ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു, 4 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. വായ്പ മുടങ്ങിയതോടെ കല്ലൻകുന്ന് സഹകരണ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി കുടുംബാംഗങ്ങൾ. മാമാങ്ക ലഹരിയിൽ മച്ചാട് കുതിരയെഴുന്നള്ളിപ്പുകൾ ആവേശമായി. ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് വിലങ്ങൻകുന്നിൽ 38.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക് ഭീഷണിയിൽ കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഉണങ്ങിത്തുടങ്ങിയത്. നമസ്കാരം, വാർത്തകൾ വിശദമായി. ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിന്റെ എഴുന്നള്ളിപ്പിനിടെ ആന ഇടഞ്ഞു. ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്തിയതിനെ തുടർന്ന് കുത്തുകൊണ്ട ആന വിരണ്ടോടി. വിരണ്ടോടിയ ആനയുടെ പുറത്തുണ്ടായിരുന്ന 4 പേർക്ക് ആനപ്പുറത്തുനിന്ന് വീണ് പരിക്കേറ്റു. പാലക്കാട് വടക്കുംചേരി സ്വദേശികളായ കൊടിയ നിവാസിൽ അഭിഷേക്, പുത്തൻവീട് അജിൽ, പറമ്പിൽക്കോടയിൽ കൃഷ്ണപ്രസാദ്, അഴീക്കോട് എമ്മാട്ട് ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എഴുന്നള്ളിപ്പിനിടെ തിടംപെറ്റിയിരുന്ന കൊണാർക്ക് കണ്ണൻ എന്ന ആനയാണ് സമീപത്തു നിന്നിരുന്ന മീനാടത്തിൽ ശ്രീകാശ് എന്ന ആനയെ കുത്തിയത്. കുത്തേറ്റ ശ്രീകാശ് വിരണ്ടോടുന്നതിനിടെയാണ് ആനപ്പുറത്തുണ്ടായിരുന്നവർ വീണത്. വിരണ്ടോടിയെങ്കിലും ശ്രീകാശ് സമീപത്തെ റോഡ് മുറിച്ചു കടന്ന ശേഷം ശാന്തനായി നിന്നു. ആനയെ പെട്ടെന്ന് തന്നെ അനുനയിപ്പിക്കാൻ പാപ്പാന്മാർക്കായി. അതേസമയം കൊണാർക്ക് കണ്ണനെ ചങ്ങലയിൽ തളച്ചെങ്കിലും ആനയെ അനുനയിപ്പിച്ച് ലോറിയിൽ കയറ്റാൻ 1.5 മണിക്കൂർ എടുത്തു. കൊണാർക്ക് കണ്ണന്റെ പുറത്തുണ്ടായിരുന്നവർ സമീപത്തുണ്ടായിരുന്ന ആൽമരത്തിന്റെ കൊമ്പിലേക്ക് ഊർന്നിറങ്ങിയാണ് രക്ഷപ്പെട്ടത്. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. കല്ലൻകുന്ന് സഹകരണ ബാങ്കിൽ നിന്നും വായ്പയെടുത്ത അശോകനാണ് ഇക്കഴിഞ്ഞ 14-ന് ആത്മഹത്യ ചെയ്തത്. വായ്പ മുടങ്ങിയതോടെ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും കുടുംബാംഗങ്ങൾ പറഞ്ഞു. 2019-ലാണ് കല്ലൻകുന്ന് സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 3 ലക്ഷത്തിലധികം രൂപ അശോകൻ വായ്പയെടുത്തത്. വീട് പണി പൂർത്തീകരിക്കാനാണ് വായ്പയെടുത്തത്. കോവിഡ് കാലമായതോടെ അശോകന് ജോലി പ്രതിസന്ധി നേരിട്ടതിനാൽ തിരിച്ചടവ് മുടങ്ങി. ഇതോടെ ബാങ്കിൽ നിന്നും ജപ്തി ഭീഷണി ഉണ്ടായതിനെ തുടർന്ന് കഴിഞ്ഞ 14-നാണ് അശോകൻ ആത്മഹത്യ ചെയ്യുന്നത്. അശോകൻ മരിച്ചതിന് ശേഷം ബാങ്ക് അധികൃതരോ ജനപ്രതിനിധികളോ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രമീള ആരോപിച്ചു. 2 ലക്ഷം രൂപ എടുത്ത് പിന്നെ കുറച്ചടച്ചിട്ട് പിന്നെ പറ്റാണ്ടായി. അപ്പോൾ പിന്നെ പുതുക്കി 2 പ്രാവശ്യമായിട്ട് പുതുക്കി 4 ലക്ഷത്തി 5 ലക്ഷത്തോളമായി. ഇപ്രാവശ്യം എന്തായാലും അടക്കി ഇതാകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്തിയിട്ട് ഞങ്ങൾക്ക് പോകാൻ ഇടയില്ല. ഞങ്ങൾ അമ്മയും പോകാൻ അച്ഛനും കൂടി പോകാന്നുള്ള പ്ലാനായിരുന്നു. മച്ചാട് മാമാങ്ക ലഹരിയിൽ ഉച്ചയ്ക്ക് 12:30യോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കുതിരകളുമായി മാമാങ്ക ഭൂമിയിലേക്കുള്ള എഴുന്നള്ളിപ്പിന് തുടക്കമായി. കുംഭകോണം എഴുന്നള്ളിപ്പുകളും അകമ്പടിയായി. വിരുപ്പാക്ക, മണലിത്തറ, കരുമത്ര എന്നീ ദേശങ്ങളിൽ നിന്നുള്ള ദേശകുതിരകളെ തോളിലേറ്റിയ തട്ടകക്കാർ ആർപ്പ് വിളികളോടെ കൊയ്തൊഴിഞ്ഞ വയലുകളിലൂടെ കുമരൻ കിണറ്റിങ്ങര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. പാർലിക്കാട് മംഗലം കുതിരകളും എത്തിച്ചേർന്നതിന് ശേഷം തട്ടക കുതിരകളെ സ്വീകരിക്കാനെത്തുന്ന ക്ഷേത്ര കുതിരകൾക്കൊപ്പം തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് എത്തിച്ചേർന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 100-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളം തിരുവാണിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്നു. തുടർന്ന് മാമാങ്കത്തിന്റെ ഏറ്റവും ആകർഷണീയമായ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചുള്ള കുതിരകളി നടന്നു. എഴുന്നള്ളിപ്പ് കുതിരകളെയും കൊണ്ട് തട്ടകക്കാർ ആർപ്പ് വിളികളോടെ ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്തായി ഒരുക്കിയ ഉയരമുള്ള പന്തലിൽ കുതിരകളെ മേലേക്കുയർത്തി പന്തൽ മുട്ടിക്കാൻ ശ്രമിച്ചത് കാണികൾക്ക് ആവേശ കാഴ്ചയൊരുക്കി. ഇതോടൊപ്പം ക്ഷേത്രം വലം വെച്ചുള്ള ഹരിജൻ വേലയും കുംഭകോണം എഴുന്നള്ളിപ്പും ആണ്ടിയും പൂതനും തിറയും നടന്നു.
ജില്ലയിൽ ചൊവ്വാഴ്ച കനത്ത ചൂട് രേഖപ്പെടുത്തി. വിലങ്ങൻകുന്നിലാണ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. 38.8 ഡിഗ്രി സെൽഷ്യസ് ആണ് വിലങ്ങൻകുന്നിൽ ചൂട് രേഖപ്പെടുത്തിയത്. പീച്ചിയിൽ 38.2, ചാലക്കുടിയിൽ 36.3, വെള്ളാനിക്കര 36.1, എങ്കക്കാട് 36.4 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന് മുന്നറിയിപ്പുണ്ട്. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് 12 മുതൽ 3 മണിവരെ വിശ്രമം അനുവദിക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു. തൊഴിൽ സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നിജപ്പെടുത്തണമെന്നും സമയക്രമം എല്ലാ തൊഴിലുടമകളും പാലിക്കണമെന്നും ലേബർ ഓഫീസർ അറിയിച്ചു. പ്രസിദ്ധമായ ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടാനുള്ള 3 ആനകളെ തിരഞ്ഞെടുത്തു. ഗോപി കണ്ണൻ, രവികൃഷ്ണൻ, ദേവദാസ് എന്നീ കൊമ്പന്മാരാണ് ഇത്തവണ ഓടുന്നത്. രാവിലെ സഹസ്ര കലശത്തിന് ശേഷം കിഴക്കേ ദീപസ്തംഭത്തിന് മുന്നിൽ നടന്ന ചടങ്ങിൽ നറുക്കെടുപ്പിലൂടെയാണ് ആനകളെ തെരഞ്ഞെടുത്തത്. കൊമ്പൻ, ചെന്താമരാക്ഷൻ, പിടിയാന ദേവി എന്നീ ആനകൾ കരുതലായും ഉണ്ടാകും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നറുക്കെടുത്തു. ഭരണസമിതി അംഗങ്ങളായ സി മനോജ്, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പി മനോജ് കുമാർ, കെ എസ് മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ആനയോട്ടത്തിലെ താരമാണ് ഗോപികണ്ണൻ. ഗോപികണ്ണൻ 8 തവണയും രവികൃഷ്ണൻ 2 തവണയും ജേതാക്കളായിട്ടുണ്ട്. 10 ആനകളാണ് ഇത്തവണ ആനയോട്ട ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മുൻനിരയിൽ അണിനിരക്കുന്ന 3 ആനകളിൽ ആദ്യം ഓടിയെത്തി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടികയറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ആനയില്ലാ ശീവേലിയും ആനയോട്ടവും നടക്കും. ബുധനാഴ്ച രാവിലെയാണ് ആനയില്ലാ ശീവേലി. ക്ഷേത്രത്തിൽ ആനയില്ലാതിരുന്ന കാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ചടങ്ങ്. ഉച്ചതിരിഞ്ഞ് 3-നാണ് ആനയോട്ടം. ആനയോട്ടത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി സബ് കമ്മിറ്റി യോഗം ചേർന്നു. ഇത്തവണ 10 ആനകളെ മാത്രമാണ് ആനയോട്ട ചടങ്ങിൽ പങ്കെടുപ്പിക്കുക. മതപ്പാടില്ലാത്തതും അപകടകാരികളല്ലാത്തതുമായ 17 ആനകളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതി തയ്യാറാക്കും. ഇതിൽ നിന്ന് 10 ആനകളെ നറുക്കിട്ടെടുക്കും. നറുക്കെടുത്ത ആനകളിൽ 3 ആനകളെ മാത്രമാണ് ഓടാൻ നിയോഗിക്കുക. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ മഞ്ജുളാൽ പരിസരത്ത് 10 ആനകളെ അണിനിരത്തും. കളഭം ചാർത്തിയ ശേഷം ആനകളെ ഓടാൻ സജ്ജമാക്കും. ക്ഷേത്ര നാഴികമണി 3 അടിക്കുന്നതോടെ മാരാർ ശംഖ് മുഴക്കുകയും ആനകൾ ഓടാൻ തുടങ്ങുകയും ചെയ്യും. ആദ്യം ഓടിയെത്തി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പ്രവേശിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കും. ക്ഷേത്രത്തിനകത്ത് ആനകളെ ഓടാൻ അനുവദിക്കില്ല. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം പൂർത്തിയാക്കും. മഞ്ജുളാൽ മുതൽ ക്ഷേത്രം വരെ ആനകൾ ഓടുന്ന വഴിയിൽ കാണികളെ നിർത്തില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കാനും യോഗം തീരുമാനിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായിരുന്നു. അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, സബ് കമ്മിറ്റി അംഗങ്ങളായ കെ പി ഉദയൻ, സജീവൻ നമ്പിയത്ത്, ബാബുരാജ് ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളുടെ ഭാഗമായ കലശ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ച് ഗുരുവായൂരപ്പന് 1000 കലശവും ബ്രഹ്മകലശവും അഭിഷേകം ചെയ്തു. രാവിലെ ശീവേലി, പന്തീരടി പൂജ എന്നിവയ്ക്ക് ശേഷം പൂജ ചെയ്ത് ചൈതന്യപൂരിതമാക്കിയ 975 വെള്ളിക്കുംഭങ്ങളും 26 സ്വർണ്ണക്കുംഭങ്ങളും കീഴ്ശാന്തി നമ്പൂതിരിമാർ ശ്രീലകത്തെത്തിച്ചു. വാദ്യത്തിന്റെ അകമ്പടിയോടെ തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് 1000 കലശങ്ങൾ ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. സഹസ്രകലശ ചടങ്ങുകൾക്ക് ശേഷം വിശേഷവാദ്യങ്ങൾ, മുത്തുക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയുടെ അകമ്പടിയിൽ മേൽശാന്തിയുടെ അഭാവത്തിൽ ഓദിക്കൻ മുന്നൂലം ഭവേഷ് നമ്പൂതിരി കുംഭേശ കലശവും ശാന്തിയേറ്റ കീഴ്ശാന്തിമാരായ മേലേടം പത്മനാഭൻ നമ്പൂതിരി കർക്കരി കലശവും മുന്നൂലം ഹരി നമ്പൂതിരി നീരാഞ്ജനവും ശ്രീലകത്തേക്ക് എഴുന്നള്ളിച്ചു. തന്ത്രി ആദ്യം കുംഭേശ കലശവും പിന്നീട് ബ്രഹ്മകലശവും ഗുരുവായൂരപ്പന് അഭിഷേകം ചെയ്തു. ബ്രഹ്മകലശാഭിഷേകത്തിന് ശേഷം തന്ത്രി ഉച്ചപൂജയും നിർവഹിച്ചു. ബ്രഹ്മകലശാഭിഷേകത്തോടെ 8 ദിവസം നീണ്ടുനിന്ന സഹസ്രകലശ ചടങ്ങുകൾക്ക് സമാപനമായി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, മനോജ് ബി നായർ, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ നേതൃത്വം നൽകി. TCV ഗുരുവായൂർ. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണങ്ങി നശിക്കുന്നു. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറുശ്ശേരം ബ്രാഞ്ച് കനാൽ വഴി എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി. 20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോൾ കനാൽ അടയ്ക്കുകയും ചെയ്യും. ഈ പാടശേഖരത്ത് 3 പൂവ് കൃഷി പണിതെടുക്കാറുള്ളതാണ്. പിന്നീട്
പുഞ്ചയ്ക്ക് വേണ്ടത്ര വെള്ളം ലഭിക്കാതെ വന്നപ്പോൾ വിരിപ്പും മുണ്ടകനും വെള്ളത്തിൻ്റെ ദൗർലഭ്യമില്ലാതെ കഴിഞ്ഞ വർഷം വരെ കൃഷി ഇറക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് വിരിപ്പ് കൃഷിക്ക് മുണ്ടകൻ കൃഷിക്കൊക്കെ കനാലിൽ നിന്നും വെള്ളം ആറശ്വരം ബ്രാഞ്ച് കനാൽ വഴി വന്നതിന് ശേഷം 10 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം തുറന്നിട്ട് തരുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ വർഷം അത് 20 ദിവസം കൂടുമ്പോൾ 4 ദിവസം വെള്ളം വിടുന്നുണ്ടെങ്കിലും 2 ദിവസത്തേക്ക് ചാറ്റുളമ്പാടത്തേക്ക് വെള്ളം ലഭിക്കുക ബുദ്ധിമുട്ടാണ്. ഇക്കുറി മുണ്ടകൻ വിളയിറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാമ്പാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണ് ഇപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ ഒട്ടും തന്നെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിരുവന്ന നെൽച്ചെടികളെ ഉണക്ക് ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. ഇവിടെ നെൽകൃഷി ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു 50 ഏക്കറിൽ മേലെ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം മുഴുവനും ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വിരിപ്പിനും ഇത്തരത്തിൽ ചാഴിക്കേടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർഷകർക്ക് ചെലവ് ചെയ്ത രൂപ തിരിച്ചു കിട്ടില്ല. ഇത്തവണ ഒന്നും കിട്ടില്ല. അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും കൃഷിഭവനുകളും സഹകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് അവർ വന്നൊന്ന് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ കഷ്ടതകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ചാറ്റിലാമ്പാടത്ത് ഉണങ്ങി നശിക്കുന്ന മുണ്ടകൻ കൃഷി നേരിൽ കാണാൻ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കനാൽ വഴി വെള്ളമെത്തിച്ച് നെൽച്ചെടികളെ രക്ഷിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV കൊടകര. ചാവക്കാട് തിരുവത്രയിൽ വൻ മോഷണം. പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് പണവും ലക്ഷങ്ങളുടെ വെള്ളിപ്പാത്രങ്ങളും മറ്റു സാധനങ്ങളും കവർന്നു. തിരുവത്ര അത്താണിത്തറയിൽ മണിയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. ചെന്നൈയിൽ ബിസിനസ് നടത്തുന്ന മണി കുടുംബവുമായി ചെന്നൈയിലാണ് താമസം. വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിലിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. അകത്തെ വാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. കൊടുങ്ങല്ലൂരിൽ CPI-യിൽ ആഭ്യന്തര കലാപം. ഒരു വിഭാഗം നേതാക്കൾ പാർട്ടി സ്ഥാനങ്ങളും നഗരസഭാ കൌൺസിലർ സ്ഥാനവും രാജിവെച്ചു. രാജിക്കത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറിക്ക് കൈമാറി. CC വിപിൻ ചന്ദ്രൻ സെക്രട്ടറിയായുള്ള മണ്ഡലം കമ്മിറ്റിയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തോടുള്ള പ്രതിഷേധ സൂചകമായാണ് രാജി. പുതിയ അഡ്ഹോക് കമ്മിറ്റിയിൽ ആരോപണ വിധേയരായവരെ ഉൾപ്പെടുത്തിയതും പൊട്ടിത്തെറിക്ക് കാരണമായി. CPI നേതാക്കളുടെ രാജി കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തെ പ്രതിസന്ധിയിലാക്കിയേക്കും. ഒരംഗത്തിന്റെ പിൻബലത്തിനാണ് LDF നഗരം ഭരിക്കുന്നത്. ഒരു വിഭാഗം കൌൺസിലർമാർ രാജിവെക്കുന്നതോടെ നഗരസഭാ കൌൺസിലിൽ LDF-ന് ഭൂരിപക്ഷം നഷ്ടപ്പെടും. നാളുകളായി കൊടുങ്ങല്ലൂരിലെ CPI-യിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പൊട്ടിത്തെറി. കൊടുങ്ങല്ലൂരിലെ നേതാക്കളും പ്രവർത്തകരും ചേരിതിരിഞ്ഞതിനെ തുടർന്ന് ജില്ലാ നേതൃത്വം ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുകയും വിഷയം പഠിക്കാൻ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാറിനെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ വാക്കേറ്റവും കയ്യാങ്കളി വരെയെത്തി. ഇതോടെയാണ് മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടുന്ന നടപടികളിലേക്ക് ജില്ലാ നേതൃത്വം കടന്നത്. CPI-ക്ക് ജില്ലയിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള മേഖലയിലെ ശക്തമായ കമ്മിറ്റി കൂടിയാണ് കൊടുങ്ങല്ലൂർ. കഴിഞ്ഞ സമ്മേളനത്തിൽ കൊടുങ്ങല്ലൂരിനെ വിഭജിച്ച് കൊടുങ്ങല്ലൂർ മാള മണ്ഡലം കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് കൊടുങ്ങല്ലൂരിൽ വിപിൻ ചന്ദ്രനെ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി മണ്ഡലം കമ്മിറ്റി നിലവിൽ വന്നത്. തുമ്പൂർമുഴിയിൽ കാട്ടാനകൾ റോഡരികിലെ തട്ടുകട തകർത്തു. കല്ലമ്പള്ളി സുഹറ എന്ന സ്ത്രീ നടത്തുന്ന തട്ടുകടയാണ് ചൊവ്വാഴ്ച പുലർച്ചെ ആനകൾ നശിപ്പിച്ചത്. പാത്രങ്ങളും ഫർണിച്ചറും കാട്ടാനകൾ തകർത്തു. തട്ടുകടയുടെ ചുറ്റുമറകളും നശിപ്പിച്ചു. 5 ആനകളാണ് എത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. വേനൽ കടുത്തതോടെ വെള്ളം തേടി ഉൾക്കാടുകളിൽ നിന്നും എത്തുന്ന ആനകളാണ് ഇത്തരം അക്രമങ്ങൾ നടത്തുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കരുവന്നൂർ പുഴയിൽ ചാടി ഒരു സ്ത്രീ കൂടി ആത്മഹത്യ ചെയ്തു. അവിട്ടത്തു സ്വദേശിനി കൂടലി വീട്ടിൽ 50 വയസ്സുള്ള ഷീബ ജോയാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. പാലത്തിന്റെ കൈവരിക്ക് മുകളിൽ നിന്നാണ് ഇവർ പുഴയിലേക്ക് ചാടിയത്. ചെരുപ്പും ബാഗും മൊബൈൽ ഫോണും പാലത്തിൽ വെച്ച ശേഷമാണ് പുഴയിലേക്ക് ചാടിയത്. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും സ്കൂബ ടീമും മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് ഇതേ സ്ഥലത്ത് മറ്റൊരു സ്ത്രീ സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. പിറ്റേ ദിവസം അഴുകിയ നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹവും പുഴയിൽ നിന്ന് ലഭിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് ഒരു യുവാവും വിദ്യാർത്ഥിയും സമാന രീതിയിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു.
കരുവന്നൂർ പാലത്തിന് മുകളിൽ നിന്നുള്ള ആത്മഹത്യകൾ തുടർക്കഥയായ സാഹചര്യത്തിൽ പാലത്തിന് മുകളിൽ ഇരുമ്പ് നെറ്റ് സ്ഥാപിച്ച് സുരക്ഷ ഒരുക്കണമെന്നും രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് കാറ്റ് നിറച്ച ട്യൂബുകൾ പാലത്തിന് സമീപം സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കരുവന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പാലത്തിന് മുകളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും ഇരിങ്ങാലക്കുട എംഎൽഎയുമായ ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കരുവന്നൂർ പാലത്തിനെ ഒരു ആത്മഹത്യാ മുനമ്പാക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും ആത്മഹത്യകൾ കൂടി വരുന്നതിൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൂടി പരിഗണിച്ചാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തെരുവ് നായ ശല്യം രൂക്ഷം. ആശുപത്രിയിലേക്ക് കയറുന്ന ചവിട്ടുപടികളിലും ആശുപത്രികളിലെ വാർഡുകളിലെ കട്ടിലിനടിയിലും ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന തെരുവ് നായകളും നായക്കുട്ടികളും വിഹരിക്കുകയാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ രോഗിക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. തെരുവ് നായ ശല്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും തെരുവ് നായ്ക്കളെ പിടികൂടാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ശ്രീനാരായണപുരം കോതപ്പറമ്പ് വാടയിൽ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് വീട്ടമ്മമാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ തടഞ്ഞു. ആഴ്ചകളോളം കുടിവെള്ളം ലഭിക്കാതെ വന്നതിനെ തുടർന്ന് പ്രകോപിതരായ നാട്ടുകാർ ഉദ്യോഗസ്ഥരുടെ ജീപ്പ് തടഞ്ഞിടുകയായിരുന്നു. കുടിവെള്ളക്ഷാമത്തെ സംബന്ധിച്ച് അന്വേഷണത്തിനെത്തിയ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘത്തിന് മുന്നിൽ വീട്ടമ്മമാർ പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ ഉദ്യോഗസ്ഥരെ വിട്ടയക്കില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. ഇതിനിടെ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി നാട്ടുകാർ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. വാട പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിനെ തുടർന്ന് 1 മണിക്കൂറിന് ശേഷം നാട്ടുകാർ ഉദ്യോഗസ്ഥരെ വിട്ടയച്ചു. വെള്ളം വിടാണ്ട് വണ്ടി അങ്ങ് വിടൂല. എത്ര ആൾക്കാർ വന്നാലും MLA ഇങ്ങോട്ട് വരണം, അല്ലാണ്ട് ശരിയാവൂല. ഇതല്ലാത്ത തവണ ഇവർ വന്ന് ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോവാറല്ലാണ്ട് വെള്ളം വരണില്ല. ഞങ്ങൾ ഈ 600 രൂപ കൊടുത്ത് പണിയില്ലാത്തവർ എന്ത് ചെയ്യണ്? കിണറ്റിലങ്ങ് ഉപ്പായി. ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? അത് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. എല്ലാ തവണയും പറയണം. ഞങ്ങൾ ഈ മതിലകത്ത് ചെല്ലുമ്പോൾ പറയുമ്പോൾ NSയുടെ കാര്യമാണ് അവർ പറയണം. അത് ശരിയായിട്ടില്ല. ഇത്ര നാളായിട്ട് അവർ പറയണ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ് ഇടാത്ത എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനൊരു മറുപടി ഞങ്ങൾക്ക് തരണം. തരാണ്ട് പറ്റൂല. എളനാട് വനമേഖലയിൽ തീപിടുത്തം. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമുള്ള തേനായിക്കുളം പ്രദേശത്താണ് കാട്ടുതീ പടർന്നു പിടിച്ചത്. 1 ഏക്കറിലധികം സ്ഥലത്തേക്ക് തീ പടർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തീ അണച്ചു. കുറുമാലിപ്പുഴയിൽ വേനൽക്കാലത്ത് നിർമ്മിക്കാറുള്ള താൽക്കാലിക മൺചിറകൾ കെട്ടുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ചിമ്മിനി ഡാം തുറന്ന് ജലം ഒഴുക്കുന്നതാണ് ചിറ നിർമ്മാണത്തിന് തടസ്സമാകുന്നത്. ഡാം അടയ്ക്കാത്തതിനാൽ കുറുമാലിപ്പുഴയിലെ 5 മൺചിറകളുടെ പണികൾ നടന്നിട്ടില്ല. ഇതുമൂലം മറ്റത്തൂർ, വരന്തരപ്പിള്ളി, അളഗപ്പ നഗർ, തൃക്കൂർ, പുതുക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ കുടിവെള്ള പദ്ധതികളുടെയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളുടെയും പ്രവർത്തനം താളം തെറ്റിയ നിലയിലാണ്. അടിയന്തരമായി ഡാം അടച്ച് ചിറകൾ എത്രയും വേഗം കെട്ടി ജലപദ്ധതികൾ സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കോൺഗ്രസ് എം ഇഞ്ചക്കുണ്ട് മേഖലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ബേബി മാത്യു കാവുങ്കൽ, AK പത്രോസ്, ജോസി മാണി, KK വിനു, സെബിൻ B കാവുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തെറ്റായ വിവരങ്ങൾ നൽകി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കുന്നതായി പരാതി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ, പഞ്ചായത്ത് മെമ്പർ MC ഐജു എന്നിവരാണ് പഞ്ചായത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ആധാർ ഒതന്റിഫിക്കേഷൻ പൂർത്തീകരിക്കാത്ത ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആധാർ കാർഡ് മാത്രം അപ്ഡേറ്റ് ചെയ്യണമെന്നിരിക്കെ എരുമപ്പെട്ടി പഞ്ചായത്തിലെ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ആധാർ കാർഡ് പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ തെറ്റായ വിവരം നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് രാവിലെ മുതൽ ഉച്ചവരെ നീണ്ട വരിയിൽ നിന്നാണ് ഗുണഭോക്താക്കൾ ആധാർ കാർഡ് നൽകുന്നത്. അനാവശ്യമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടിൽ നിന്ന് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പിന്മാറണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാലത്ത് ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവിടെ കണ്ട കാഴ്ച ഒരുപാട് വൃദ്ധരായ വയോജനങ്ങൾ വന്ന് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ച് നോക്കുമ്പോൾ സമീപ പഞ്ചായത്തുകളിലൊന്നും
ഇങ്ങനെ എല്ലാവരോടും ആധാർ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡിസ്ട്രിക്ട് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണാൻ പോവുകയും അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ലീവ് ആയതുകൊണ്ട് ജോയിന്റ് ജില്ലാ ഡയറക്ടറെ കണ്ട് കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹമാണ് സെക്രട്ടറിയെ വിളിച്ചിട്ട് ഈ നിർദ്ദേശം കൊടുത്തത്. ഒതന്റിഫിക്കേഷൻ ചെയ്യാത്ത ആളുകൾ മാത്രം പഞ്ചായത്തിൽ ആധാർ കാർഡ് സമർപ്പിച്ചാൽ മതി എന്ന് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുക്കുകയാണുണ്ടായത്. മതനിരപേക്ഷ ഇന്ത്യ നിലനിൽക്കണമെങ്കിൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ ഇടതുപക്ഷ അംഗങ്ങളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ 7ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന VM മനീഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഊരകത്ത് നടന്ന റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, LDF മണലൂർ മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, CK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുവാൻ UDF വിജയിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് KPCC വൈസ് പ്രസിഡന്റ് BT ബലറാം പറഞ്ഞു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് ഊരകം ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി UDF സ്ഥാനാർത്ഥി ലിജോ പനക്കലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PK രാജൻ അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, മുല്ലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് PB ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കോടശ്ശേരി മാരാങ്കോട് കനാലിൽ വീണ് 2 വയസ്സുകാരൻ മരിച്ചു. മാരാങ്കോട് പടിഞ്ഞാക്കര സിബിയുടെ മകൻ ഇവാനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. സിബിയുടെ വീടിന്റെ പിന്നിലെ മാരാങ്കോട് വെള്ളിക്കുളങ്ങര ബ്രാഞ്ച് കനാലിലാണ് കുട്ടി വീണത്. വീട്ടുകാരും അപകടം കണ്ടില്ല. 1/2 കിലോമീറ്ററോളം ഒഴുകിപ്പോയ കുട്ടിയെ കനാൽ ബണ്ടിലൂടെ നടന്നുപോയ പരിസരവാസിയാണ് കണ്ടത്. ഉടനെ ഇയാളും മറ്റു ചിലരും ചേർന്ന് കുട്ടിയെ കരക്കെടുത്തു. പിന്നീട് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായുള്ള പുല്ലുവേല ആഘോഷിച്ചു. 64 കാൽപന്തൽ മേയുന്നതിനുള്ള പുല്ല് ശേഖരിച്ച് കൊണ്ടുവരുന്നതിനാണ് പുല്ലുവേല. ഇത്തവണ തെക്കുംകൂർ വേല ആയതിനാൽ വട്ടുള്ളി മല്ലിശ്ശേരി കാവിലാണ് അന്തിമഹാകാളൻകാവ് വേലയുടെ ചടങ്ങുകൾ നടക്കുന്നത്. മാർച്ച് 23-നാണ് പ്രസിദ്ധമായ അന്തിമഹാകാളൻകാവ് വേല ആഘോഷിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രം പാർക്കിംഗ് ഗ്രൗണ്ടിൽ മരക്കൊമ്പൊടിഞ്ഞു വീണ് കാർ തകർന്നു. കൊല്ലം സ്വദേശി ജിബിൻ രാജേന്ദ്രന്റെ കാറാണ് ഭാഗികമായി തകർന്നത്. നടൻ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലുള്ള വിസ്മയാസ് സ്റ്റുഡിയോയിലെ ജീവനക്കാരനാണ് ജിബിൻ. പുതിയ സിനിമയുടെ ജോലിക്കിടെ ക്ഷേത്ര ദർശനത്തിനെത്തിയതായിരുന്നു. തൃപ്രയാറിലെത്തിയ ജിബിൻ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലെ ഗ്രൗണ്ടിലാണ് കാർ പാർക്ക് ചെയ്തത്. രാവിലെ ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയപ്പോഴാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കാർ തകർന്നത്. സ്ഥലത്തെത്തിയ നാട്ടിക ഫയർഫോഴ്സും വലപ്പാട് പോലീസും ചേർന്ന് വടം കെട്ടി ഉയർത്തി മരക്കൊമ്പ് മുറിച്ചു മാറ്റുകയായിരുന്നു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിലക്കയറ്റത്തിനെതിരെ മാവേലി സ്റ്റോറിലേക്ക് കാലിക്കലവുമായി മാർച്ച് നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് ധർണ ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി, സുനിത രാജു, സിന്ധു രവീന്ദ്രൻ, റംല മജീദ്, ലത പ്രേമൻ, ധന്യ സിബിൻ, അമിലിനി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രിൻസിപ്പാളും പ്രമുഖ കഥകളി ആചാര്യനുമായിരുന്ന പത്മശ്രീ വാഴേങ്കട കുഞ്ഞുനാരായണാശാന്റെ 43ാമത് ചരമവാർഷികവും അനുസ്മരണ സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. വാഴേങ്കട കുഞ്ഞുനാരായണാശാന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം നടന്ന അനുസ്മരണ സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം ഭരണസമിതി അംഗം KV രാജാനന്ദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ B അച്യുതാനന്ദൻ, രവികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച ഭഗവതം കഥകളി അരങ്ങിലെത്തി. കേന്ദ്ര സർക്കാർ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയ്ക്കും അനീതിക്കുമെതിരെ കേരള പ്രവാസി സംഘം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AGS ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവാസി സംഘം പ്രസിഡന്റ് KV അഷറഫ് അധ്യക്ഷനായി.
ജില്ലാ സെക്രട്ടറി എം കെ ശശിധരൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കെ കൃഷ്ണദാസ്, എം പി മോഹനൻ, സുലേഖ ജമാൽ, ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV ക്യാമറാമാൻ കൃഷ്ണകുമാർ മലയിലിന്റെ പിതാവ് കൊട്ടേക്കാട് കുന്നത്തുപീടിക സ്വദേശി മലയിൽ വീട്ടിൽ അയ്യപ്പൻ മകൻ കുട്ടൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. പോലീസിന്റെ ജോലിഭാരം കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കൊടുങ്ങല്ലൂരിൽ നഗരമധ്യത്തിൽ ഒറ്റയാൾ സമരം. ഓൾ കേരള പോലീസ് ഫാൻസ് അസോസിയേഷന്റെ പേരിൽ മേത്തല സ്വദേശി ഷാനുവാണ് കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടുറോഡിൽ ഫ്ലക്സ് ഉയർത്തി പ്രതിഷേധിച്ചത്. റോഡിന് കുറുകെ ബൈക്ക് നിർത്തിയ ശേഷം ഇയാൾ ഫ്ലക്സ് ഉയർത്തി നിൽക്കുകയായിരുന്നു. അല്പനേരത്തെ ഒറ്റയാൾ സമരത്തിന് ശേഷം ഇയാൾ പിന്മാറി. സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റുവാങ്ങി. തുടർച്ചയായി 2ാം തവണയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് പുരസ്കാരം ലഭിക്കുന്നത്. കൊട്ടാരക്കരയിൽ നടന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനു വേണ്ടി പ്രസിഡന്റ് MR രഞ്ജിത്ത് മന്ത്രി MP രാജേഷിൽ നിന്ന് സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങി. വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ധനസഹായം, ഗുണമേന്മയുള്ള ശുചിത്വ സംവിധാനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്കായി ആവിഷ്കരിച്ച വിവിധ ക്ഷേമ പദ്ധതികൾ, ജെൻഡർ ബഡ്ജറ്റ് അവതരണം, സ്ത്രീപക്ഷ നവകേരളത്തിന്റെ ഭാഗമായി നടത്തിയ പദ്ധതി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അൽജോ പുളിക്കൻ, സജിത രാജീവൻ, BDO KK നിഖിൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി തൃശൂർ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ചാഴൂർ പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടത്തി. KPCC മെമ്പർ CO ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷത വഹിച്ചു. TK പൊറിഞ്ചു, സിജോ ജോർജ്, വികാസ് ചക്രപാണി തുടങ്ങിയവർ സംസാരിച്ചു. മനക്കൊടി തെക്കുമുറിയിലുള്ള 138 നമ്പർ അങ്കണവാടിക്ക് ജനകീയ പങ്കാളിത്തത്തോടുകൂടി സ്വന്തമാക്കിയ 3 സെന്റ് സ്ഥലത്തിന്റെ ആധാരം മുരളി പെരുന്നെല്ലി MLA അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാറിന് കൈമാറി. പ്രദേശത്തുള്ള 2 അങ്കണവാടികൾ 18 വർഷമായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. പയ്യപ്പാട്ട് നാരായണൻ എന്ന വ്യക്തിയിൽ നിന്ന് 3 സെന്റ് സ്ഥലം 10 അടി വീതിയുള്ള വഴിയോടുകൂടി 3.25 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഇതിനുള്ള പണം ജനങ്ങൾ തന്നെ സമാഹരിച്ചു നൽകുകയായിരുന്നു. 30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് സ്മാർട്ട് അങ്കണവാടി പണിയുകയാണ് ലക്ഷ്യം. ഇതിനായി പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഫണ്ടുകൾ ഉപയോഗിക്കും. സ്ഥലം നൽകിയ നാരായണൻ, ഭാര്യ ലീല എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ചു. ഗോപിനാഥൻ പാറമേൽ അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വാർഡംഗങ്ങളായ K രാഗേഷ്, ഷിമി ഗോപി, സലിജ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വൃക്കരോഗിയായ പുത്തനോളി സ്വദേശി ഷിഹാബിന്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് പ്രവാസികളായ സുഹൃത്തുക്കൾ ചേർന്ന് 1 ലക്ഷം രൂപ നൽകി. യൂസഫ് പള്ളിക്കാട്ടിലിന്റെ നേതൃത്വത്തിലുള്ള പ്രവാസികൾ നൽകിയ തുക മറ്റത്തൂർ പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ, ചികിത്സാ സഹായ സമിതി ചെയർപേഴ്സണും 4ാം വാർഡ് മെമ്പറുമായ ഗീത ജയന് കൈമാറി. മുഹമ്മദ് മാട്ടുമൽ, ബാബു ചിലമ്പട്ടശ്ശേരി, അഷ്റഫ് കുന്നുമൽ, റഫീഖ് ചീനിക്കൽ, ഷമീർ പുതുവീട്ടിൽ തുടങ്ങിയവർ സന്നിഹിതരായി. തളിക്കുളം തളിക്കുളങ്ങര ശ്രീ ശങ്കരനാരായണ ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. തന്ത്രി മുഖ്യൻ തരണനെല്ലൂർ പടിഞ്ഞാറെ മനയ്ക്കൽ പത്മനാഭൻ നമ്പൂതിരിപ്പാട് താന്ത്രിക പൂജാ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 3 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തെച്ചുകോട്ടുകാവ് ദേവിദാസൻ തിടമ്പേറ്റി, ക്ഷേത്രം ഭാരവാഹികൾ, രക്ഷാധികാരികളായ TK സുകുമാരൻ, EG ചന്ദ്രബോസ്, TU സുഭാഷ് ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്തല്ലൂർ UP സ്കൂളിന്റെ 97ാമത് വാർഷികാഘോഷം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗം KS ധനീഷ്, PTA പ്രസിഡന്റ് AA ജാഫർ, വാടാനപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ, PTA വൈസ് പ്രസിഡന്റ് സനിത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് സന്തതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ICDS സൂപ്പർവൈസർ ഷിമി E ചന്ദ്രൻ,
മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, KK ബബിത തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ GUP സ്കൂൾ വാർഷികാഘോഷം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ A സായിനാഥൻ, AM ഷഫീർ, വിദ്യാഭ്യാസ ഉപജില്ല ഓഫീസർ KR രവീന്ദ്രൻ, അധ്യാപകരായ TM ബിന്ദു, PT സന്ധ്യ, VS സീമ, PTA പ്രസിഡന്റ് C രഘു, OSA പ്രതിനിധി PR പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. ശാരീരിക ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന ഭിന്നശേഷിക്കാർക്കായി കുടുംബശ്രീ മാതൃകയിൽ സ്വയം സഹായകരമാകുന്ന ഭിന്നശേഷി കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. സമ്പൂർണ്ണ ഭിന്നശേഷി ലീഗൽ ഗാർഡിയൻഷിപ്പ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി അന്തിക്കാട് ബ്ലോക്കിനെ പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തിക്കാട് ബ്ലോക്കിലെ അരിമ്പൂർ, താന്യം, മണലൂർ, അന്തിക്കാട്, ചാഴൂർ എന്നീ പഞ്ചായത്തുകൾക്ക് സർട്ടിഫിക്കറ്റുകളും മന്ത്രി നൽകി. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി, പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സ്മിത അജയകുമാർ, ശുഭ സുരേഷ്, KS മോഹൻദാസ്, സൈമൺ തെക്കത്ത്, ജീന നന്ദൻ, TR ഷോബി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്ന കുന്നംകുളം നഗരസഭയുടെ കിഴൂരിലെ പകൽ വീട് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു നാടിന് സമർപ്പിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാവക്കാട് ബ്ലാങ്ങാട് വൈലി ശ്രീ കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ 2 ആനകൾ ഇടഞ്ഞു, 4 പേർക്ക് പരിക്ക്. ഇരിങ്ങാലക്കുട കല്ലൻകുന്നിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തത് ജപ്തി ഭീഷണിയെ തുടർന്നാണെന്ന് കുടുംബത്തിന്റെ ആരോപണം. വായ്പ മുടങ്ങിയതോടെ കല്ലൻകുന്ന് സഹകരണ ബാങ്ക് അധികൃതർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായി കുടുംബാംഗങ്ങൾ. മാമാങ്ക ലഹരിയിൽ മച്ചാട്, കുതിരയെഴുന്നള്ളിപ്പുകൾ ആവേശമായി. ജില്ലയിൽ വരും ദിവസങ്ങളിലും ചൂട് കൂടുമെന്ന മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച ജില്ലയിൽ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത് വിലങ്ങൻകുന്നിൽ 38.8 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയത്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിനൊരുക്കങ്ങൾ പൂർത്തിയായി. ക്ഷേത്രോത്സവത്തിന് ബുധനാഴ്ച കൊടിയേറും. കൊടകര മറ്റത്തൂർ കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാമ്പാടത്ത് വെള്ളം കിട്ടാതെ 30 ഏക്കറോളം മുണ്ടകൻ കൃഷി ഉണക്ക ഭീഷണിയിൽ. കതിരിവന്ന് തുടങ്ങിയ നെൽച്ചെടികളാണ് ഉണങ്ങിത്തുടങ്ങിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.